ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതായാലും ഒരു കാര്യം നിശ്ചയമായും നമുക്ക് പറയാം. തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകുന്ന 40 ദിവസമാണ് മുന്നിലുള്ളത്. കാരണം തുലാം രാശിക്കാർക്ക് സ്വതവേ അവരുടെ രാശിപ്രകാരം വ്യാഴം 9-ലാണ്. രാശ്യധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, ഉച്ചത്തിലേക്ക് വരുന്നു. കണ്ടകശനിയോ 7 ശനിയോ ഒന്നുമില്ല. ശനി 6-ാം ഭാവത്തിലാണ്. അതിനാൽ തുലാം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ മാറ്റം ഫെബ്രുവരി 23 വരെയുള്ള സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക. സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മമായി ഇടപെടുകയാണെങ്കിൽ ദേ ക്യാൻ മേക്ക് വണ്ടേഴ്സ്. ഭൂമി വിഷയമാകാം, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന വിഷയമാകാം, ധനവുമായി ബന്ധപ്പെടുന്ന വ്യാപാര വിഷയങ്ങൾ എന്തുമാകാം. ഭൂമി ഖനനം ചെയ്യുക, ഖനനവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളോ പേപ്പറുകളോ ശരിയാക്കുക, അതുമായി ബന്ധപ്പെടുന്ന കൺസൾട്ടൻസി മുതലായവയിലൂടെ ധാരാളം ധനം സമ്പാദിക്കുവാൻ തുലാം രാശിക്കാർക്ക് കഴിയുന്ന 40 ദിവസമാണ് മുന്നിലുള്ളത്. ഉത്സാഹിക്കുക. തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാം രാശിക്കാർക്ക് ഈ ഒരു സൗഭാഗ്യം വരുന്ന സമയമാണ്. അതുമാത്രമല്ല, യാത്രയിൽ വളരെയധികം നന്മകൾ വരും. യാത്രാപതിയായ ഗ്രഹമാണ് ഉച്ചസ്ഥനായി വരുന്നത്. പലപ്പോഴും മുടങ്ങിയ യാത്രകൾ മുന്നിട്ട് വരാം. അവിടെ 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. വിസുഖ പീഡിത മാനസ ചേർത്തേ, സുഖം കുറയും യാത്രയിൽ. ധനപരമായ വിഷയത്തിലും കഷ്ടപ്പെട്ട് ധനം ഉണ്ടാക്കേണ്ടി വരും. വിസുഖ, സുഖം കുറയുക. പീഡിത മാനസ, മനസ്സിന് അനാവശ്യമായ സംഘർഷങ്ങളും ഉണ്ടാവും. അതിനാൽ വാഹന വിഷയങ്ങൾ, അസമയത്തുള്ള യാത്രകൾ, സൗഹൃദങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളും. 4-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ സുഹൃദ്വർഗ സൗഖ്യം ന കിഞ്ചിത് വിചിന്യം എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളവർക്ക് അനാവശ്യമായ തെറ്റിദ്ധാരണകളും പെട്ടെന്ന് ധനം കുമിഞ്ഞു കൂടുന്ന ഒരു സമയം വരുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ തർക്കങ്ങൾ ഉണ്ടാകാം. എങ്ങനെ വന്നു, ആരെടുത്തു, ഈ രീതിയിലുള്ള തർക്കങ്ങൾ നയിക്കും. കാരണം തുലാം രാശിക്കാർ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാണ്. ബന്ധുനാം ഉപകാരകൃത് വിരുചിതഹ തെക്തഹ തെഹി സപ്തമേ. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത് അവസാനം ഇവരുടെ അവഗണനയും അപവാദങ്ങളും കേൾക്കേണ്ടി വരും. പലപ്പോഴും പാർട്ട്ണർഷിപ്പിൻ്റെ ബിസിനസ്സിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുക, പാർട്ട്ണർഷിപ്പ് പിരിയുക, എന്നിട്ട് സ്വന്തമായി ചില സംരംഭങ്ങൾ ചിന്തിക്കുക. അതും തുലാം രാശിക്കാർക്ക് നല്ലൊരു അവസരമാണ്. ഒരു പാർട്ട്ണർഷിപ്പ് വ്യവഹാരത്തിൽ ഇടപെട്ട് തനിക്ക് കിട്ടിയിരുന്ന കാശ് വാങ്ങി സമാധാനമായി തനിക്ക് ചില സ്വന്തം സംരംഭങ്ങൾ ചിന്തിക്കാനും ഈ ഒരു സമയം വളരെ നല്ലതാണ്. വാക്പതിയാണ് നന്നായിട്ടിരിക്കുന്നത്. വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്കും വളരെ നല്ലതാണ്. പലപ്പോഴും മതപ്രഭാഷകർക്ക്, പ്രചാരകർക്ക് തങ്ങളെ ദേശം വിട്ട് അന്യദേശത്ത് പോയി സമുദ്ര സങ്കേതം കടന്ന് അപ്പുറത്ത് പോയി പലപ്പോഴും പേരും പ്രശസ്തിയും ഉണ്ടാക്കാം വാക്കുകളിലൂടെ. നല്ല ഡിബേറ്റിനൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് തുലാം രാശിക്കാർക്ക്. ആരെയും ന്യായം പറഞ്ഞ് തൻ്റെ പ്രസ്ഥാനത്തെ താൻ ചിന്തിക്കുന്ന മൂല്യങ്ങളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക. യഥാ ഭൂസുത സംഭവേ തുര്യഭാവേ തഥാക്രിയം ഗ്രഹ സ്വാനുകൂല ജനാനാം സുഹൃദ്വർഗ സൗഖ്യം ന കിഞ്ചിത് വിചിന്യം കൃപാ വസ്ത്രഭൂമി ലഭേത ക്ഷമാപാൽ. ഏത് ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് വന്നാലും 4-ൽ ചൊവ്വ വന്നാൽ അതിൻ്റെ മാറ്റ് കുറക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ചമത്കാര ചിന്താമണി ആചാര്യൻ ചൊല്ലിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെ 4-ാം ഭാവം ഉച്ചസ്ഥനായ ചൊവ്വയാണ്. അത് അദ്ദേഹത്തിൻ്റെ യാത്രയാണ്, ആ വ്യക്തിയുടെ ധനമാണ്, വാക്കാണ്. അതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. കൃപാ വസ്ത്രഭൂമിയിൽ ലഭേത ക്ഷമാപാൽ. രാജാവിലൂടെ തനിക്ക് ഭൂമി ലഭിക്കും, കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകും, വസ്ത്രം, അധികാരം ലഭിക്കും. അതിനാൽ രാജകീയമായ വിഷയങ്ങളിൽ രാജതുല്യമായ അവസ്ഥ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ അനുഗ്രഹാശിസങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് ജീവൻ വെക്കുവാനും അതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് തനിക്ക് ലഭിക്കേണ്ട കാശുണ്ടാക്കുവാനും വളരെ നല്ല സമയമാണെന്ന് അറിയുക. ഈ സമയത്ത് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പൂർണ്ണത കൈവരുത്താൻ
ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ തുലാം രാശിക്കാരെ സഹായിക്കും, സംശയമില്ല. നന്ദി, നമസ്തേ.